ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കുവൈറ്റിൽ വെള്ളിയാഴ്ചത്തെ ഏറ്റവും കൂടിയ താപനില ചില പ്രദേശങ്ങളിൽ 53 ഡിഗ്രി സെൽഷ്യസിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. രാജ്യത്ത് വടക്ക് പടിഞ്ഞാറൻ കാറ്റിനൊപ്പം കടുത്ത ഉഷ്ണതരംഗം അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ അബ്ദുൽ അസീസ് അൽ ഖരാവി കുവൈറ്റ് വാർത്താ ഏജൻസിയെ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടിയ താപനില 52 ഡിഗ്രിയാണ് റിപ്പോർട്ട് ചെയ്തത്. വടക്ക് പടിഞ്ഞാറൻ കാറ്റ് മണിക്കൂറിൽ 30 കിലോമീറ്റർ വരെ വേഗതയിൽ അടിച്ചുവീശി. എന്നാൽ വെള്ളിയാഴ്ച പകൽ സമയത്ത് മണിക്കൂറിൽ 45 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് അടിച്ചുവീശാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇത് കനത്ത ചൂടിനും തുറന്ന സ്ഥലങ്ങളിൽ പൊടിപടലങ്ങൾ ഉയർത്തിവിടാനും സാധ്യതയുണ്ട്. അതേസമയം പരമാവധി താപനില 49 മുതൽ 53 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും ഇന്നത്തേത്. ശനിയാഴ്ച പകൽ സമയത്ത് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. പരമാവധി താപനില 48 മുതൽ 50 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും. കടലിൽ 6 അടി വരെ ഉയരത്തിൽ തിരമാല ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. രാത്രിയിൽ കാറ്റിന് 42 കിലോമീറ്റർ വരെയായിരിക്കും വേഗത. കുറഞ്ഞ താപനില 32 മുതൽ 34 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും. കൊടും ചൂടും പൊടിക്കാറ്റും ഉണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ച് അത്യാവശ്യത്തിന് മാത്രമേ ആളുകൾ പുറത്തിറങ്ങാവൂ. ഖത്തറിലെ നഴ്സറികളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തുന്നതിനും അവയുടെ മികവ് വർദ്ധിപ്പിക്കുന്നതിനും പുതിയ നിബന്ധനകൾ ഖത്തർ വിദ്യാഭ്യാസ മന്ത്രാലയം മുന്നോട്ട് വെച്ചു. നഴ്സറികളെ വിവിധ വിഭാഗങ്ങളായി തിരിക്കുകയും അവിടങ്ങളിലെ ജീവനക്കാർക്ക് യോഗ്യതകളും അനുഭവ പരിചയവും നിശ്ചയിക്കുകയും നഴ്സറിയിലുണ്ടായിരിക്കേണ്ട സൗകര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നതാണ് പുതിയ വ്യവസ്ഥകൾ. അതോടൊപ്പം നഴ്സറികൾ സ്ഥാപിക്കുന്നതിനുള്ള ലൈസൻസ് ഫീസും അത് പുതുക്കുന്നതിനുള്ള ഫീസ് നിർണ്ണയിക്കുകയും ചെയ്തു. ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് മികച്ച പരിചരണവും ഗുണനിലവാരവുമുള്ള പരിശീലനവും നൽകേണ്ടതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരമൊരു നീക്കമെന്ന് ഖത്തർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ സ്വകാര്യ വിദ്യാഭ്യാസ കാര്യങ്ങളുടെ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി അറിയിച്ചു. ഇതിന് നഴ്സറികളുടെ ഗുണനിലവാരം ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്. കുട്ടികളെ വിദ്യാഭ്യാസപരവും മാനസികവുമായും ഒരുക്കുന്നതിന് അനുയോജ്യമായ അന്തരീക്ഷം പ്രദാനം ചെയ്യാൻ നഴ്സറികൾക്ക് സാധിക്കണമെന്നും ഇതേക്കുറിച്ച് കുടുംബങ്ങൾക്കിടയിൽ ശക്തമായ അവബോധം നൽകേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സൗദിയിൽ വേനൽ കൂടുതൽ കടുക്കുന്നു. ചില പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗം അനുഭവപ്പെടുന്നുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. വ്യാഴാഴ്ച കിഴക്കൻ മേഖലയിലെ അഫർ അൽ ബാത്തിന് സമീപം ഖൈസുമിൽ താപനില 50 ഡിഗ്രി സെൽഷ്യസായി ഉയർന്നു. അൽ ഖർജിലും റഫയിലും താപനില 48 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി. അതേസമയം രാജ്യത്തിന്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഉഷ്ണതരംഗം തുടരാനാണ് സാധ്യതയെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ദമാം, അലാസ, അഫർ അൽ ബാത്വിൻ എന്നിവിടങ്ങളിൽ വ്യാഴാഴ്ച താപനില 48 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത്. ഗൾഫ് രാജ്യങ്ങളിൽ മിക്ക സ്ഥലത്തും ഇപ്പോൾ ഉയർന്ന താപനിലയാണ്. സൗദിയിൽ കിഴക്കൻ മേഖലയിലും റിയാദ് മേഖലയിലും വരും ദിവസങ്ങളിൽ ചൂട് കഠിനമായി തുടരാനാണ് സാധ്യതയെന്നും ജാഗ്രത പാലിക്കണമെന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. അൽ ഖർജിലും റഫയിലും 48 ഡിഗ്രി സെൽഷ്യസും റിയാദ്, ബുറൈദ, അൽ മജ്മ എന്നിവിടങ്ങളിൽ 47 ഡിഗ്രി സെൽഷ്യസുമാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. കിഴക്കൻ പ്രവിശ്യയിലും റിയാദ്, അൽ ഖസീം പ്രവിശ്യകളുടെ ചില ഭാഗങ്ങളിലും വരും ദിവസങ്ങളിലും ഉയർന്ന താപനില തുടരുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. മക്ക മേഖലയിലെ ചില പ്രദേശങ്ങളിലും ജീസാൻ, അസീർ, അൽബഹ എന്നിവിടങ്ങളിലും കഴിഞ്ഞ ദിവസം പൊടിക്കാറ്റ് വീശി. നജ്റാൻ, ജീസാൻ, അസീർ, അൽബഹ എന്നിവിടങ്ങളിൽ കാറ്റിനൊപ്പം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ദോഫാർ ഗവർണറേറ്റിൽ ഖരീഫ് സീസണിൽ സജീവമായി കാണപ്പെടുന്ന കടിക്കുന്ന ഈച്ചകൾക്കെതിരെ ജാഗ്രത പാലിക്കാൻ അധികൃതരുടെ നിർദ്ദേശം. അർണൂത്ത് എന്നാണ് പ്രാദേശികമായി ഇവ അറിയപ്പെടുന്നത്. ഇവ കടിക്കുന്നത് മൂലം അസഹ്യമായ വേദന ഉണ്ടാവുകയും ചർമ്മത്തിൽ ചുവന്ന പാടും കഠിനമായ ചൊറിച്ചിലും ഉണ്ടാകും. അതേസമയം ഒമാനിൽ 32 ഇനം കടിക്കുന്ന ഈച്ചകളുണ്ടെന്ന് സുൽത്താൻ ഖാബൂസ് സർവകലാശാലയിലെ എൻവിറോൺമെന്റൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിലെ അസിസ്റ്റന്റ് അഹമ്മദ് ബിൻ ഖമീസ് അൽ സുദൈരി അറിയിച്ചു. ഇതിൽ ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന ഇനമാണ് അൽനൂർ എന്നും അധികൃതർ വ്യക്തമാക്കി. എന്നാൽ ദോഫാർ ഗവർണറേറ്റിലെ നീരുറവുകളിൽ വ്യാപിക്കുകയും ജൂലൈ, സെപ്റ്റംബർ കാലയളവിലാണ് ഇവയുടെ വ്യാപനം കൂടുതലായി കണ്ടുവരുന്നത്. ഈ വർഷം ഒമാൻ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്തവരുടെ എണ്ണത്തിൽ വൻ വർധനവ്.
ജൂൺ മാസത്തിൽ മാത്രം 10 ലക്ഷത്തിൽ പരം ആളുകൾ രാജ്യത്തെ വിമാനത്താവളങ്ങൾ ഉപയോഗപ്പെടുത്തിയതായി ഒമാൻ എയർപോർട്ട്സ് പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 8,764 വിമാന സർവീസുകളിലായി 11,09,745 പേർ ഒമാനിലെ മുഴുവൻ വിമാനത്താവളങ്ങളിലൂടെയുമായി യാത്ര ചെയ്തു. രാജ്യത്തെ 3 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലെയും യാത്രക്കാരുടെ എണ്ണം കുത്തനെ ഉയരുന്നതായി ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ കണക്കുകളും വ്യക്തമാക്കുന്നു. ഈ വർഷം മാർച്ച് അവസാനം വരെയുള്ള കണക്കുകൾ പ്രകാരം യാത്രക്കാരിൽ 16.8% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം മസ്കറ്റിലെ വിമാനയാത്രക്കാരിൽ കൂടുതൽ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. 79,810 പേർ ഇന്ത്യയിൽ നിന്നും മസ്കറ്റിലെത്തിയപ്പോൾ 77,646 പേർ മസ്കറ്റിൽ നിന്നും പുറപ്പെട്ടു. എന്നാൽ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ പൗരന്മാരാണ്. സലാല വിമാനത്താവളത്തിലും യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. 3,25,035 യാത്രക്കാരാണ് സലാലയിലെത്തിയത്. 2,288 വിമാനങ്ങൾ സർവീസ് നടത്തി. സൊഹർ വിമാനത്താവളം വഴി 17,462 ദുഃഖം വിമാനത്താവളം വഴി 15,532 ആളുകൾ യാത്ര ചെയ്തതായും ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. അതേസമയം ഒമാൻ വിമാന കമ്പനികൾ അന്താരാഷ്ട്ര സർവീസുകൾ വർദ്ധിപ്പിക്കുകയും രാജ്യത്തെ വിമാനത്താവളങ്ങളിലേക്ക് കൂടുതൽ സർവീസുകൾ അനുവദിക്കുകയും ചെയ്യുകയാണ്. ഇത് വരും ദിവസങ്ങളിൽ യാത്രക്കാരുടെ എണ്ണം ഉയരാൻ കാരണമാക്കും. ഇതിനിടെ ഒമാനിൽ നിന്ന് തന്നെ പുതിയ വിമാന കമ്പനിക്കുള്ള ശ്രമങ്ങളും സിവിൽ ഏവിയേഷൻ വിഭാഗം ആരംഭിച്ചിട്ടുണ്ട്. വ്യോമയാന മേഖല കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് അധികൃതരുടെ ലക്ഷ്യം. സീബ് വിലായത്തിലെ അൽഹൈൽ പ്രദേശത്തു നിന്നും കാണാതായ സുഡാനി വനിതയെ കണ്ടെത്തിയതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും പോലീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇൽഫ എന്ന സ്ത്രീയെ കണ്ടെത്താൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാഴാഴ്ച റോയൽ ഒമാൻ പോലീസ് രംഗത്തെത്തിയിരുന്നു. മണിക്കൂറുകൾക്കകം ഇവരെ കണ്ടെത്തുകയും ചെയ്തു. രാജ്യത്തെ വാണിജ്യ ഇടപാടുകൾക്ക് പേയ്മെന്റ് സംവിധാനം ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം നടപടി സ്വീകരിച്ചു. വിവിധ ഭാഗങ്ങളിലായി നിരവധി കച്ചവട സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. 18 സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത്. പേയ്മെന്റുമായി ബന്ധപ്പെട്ട മറ്റ് നിയമലംഘനങ്ങൾക്ക് സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. രാജ്യത്തെ മുഴുവൻ ഗവർണറേറ്റുകളിലും പണരഹിത ഇടപാടുകൾ ഉറപ്പുവരുത്തുന്നതിനായി മന്ത്രാലയം പരിശോധന തുടരുകയാണ്. 2022 മെയ് മാസത്തിലാണ് വിവിധ മേഖലകളിൽ പേയ്മെന്റ് നിർബന്ധമാക്കി മന്ത്രാലയം ഉത്തരവ് പ്രാബല്യത്തിൽ വന്നത്. പേയ്മെന്റ് സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ 100 റിയാലാണ് പിഴ. ഇലക്ട്രോണിക് രൂപത്തിൽ പേയ്മെന്റ് അടയ്ക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്ന് എല്ലാ വാണിജ്യ സ്ഥാപനങ്ങൾക്കും മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. ഒമാൻ വിഷൻ 2040 കീഴിലുള്ള ഡിജിറ്റൽ മാറ്റം സാക്ഷാത്കരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണിത്. ഇലക്ട്രോണിക് പേയ്മെന്റ് സേവനത്തെ സംബന്ധിച്ച് വ്യാപാര സ്ഥാപനങ്ങളിൽ പ്രത്യേകം പോസ്റ്ററോ ബാനറോ വെച്ചിരിക്കണം. ഇലക്ട്രോണിക് പേയ്മെന്റ് സംബന്ധിച്ച പരാതികൾ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗമാണ് സ്വീകരിക്കുക. ബാങ്കുകളും പേയ്മെന്റ് സേവനദാതാക്കളുമായി സഹകരിച്ച് അതോറിറ്റിയുടെ വിവിധ മാർഗങ്ങളിലൂടെ പരാതികൾ നൽകുന്നതിനും അധികൃതർ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്.